കരുനാഗപ്പള്ളി താലൂക്ക് കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി യൂണിയൻ CITU താലൂക്ക് സമ്മേളനം നടന്നു. CITU കൊല്ലം ജില്ലാ സെക്രട്ടറി S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. കരുനാഗപ്പള്ളി താലൂക്ക് കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി യൂണിയൻ CITU താലൂക്ക് സമ്മേളനം നടത്തി. CITU ജില്ലാ സെക്രട്ടറി S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഷാപ്പും 5 തൊഴിലാളികൾ വേണം എന്ന നിലപാട് കർക്കശമാക്കിയ പ്രവർത്തിക്കാൻ പറ്റും. ചില അതൊക്കെ അപ്പോൾ ഇതാണ് നമ്മൾ വെച്ചിരിക്കുന്ന നിയമമെങ്കിലും ചില സ്ഥലങ്ങളിൽ അനുസരിച്ച് അല്ലെങ്കിൽ സംഘം എടുത്താലും കരാറുകാരനെടുത്താലും ബിനാമി നടത്തിയാലും അവരൊക്കെ ആയിട്ടുള്ള പല ധാരണകളിലാണ് നടന്നുകൊണ്ട് പോകുന്നത് എന്നുള്ളതാണ്. പഴയകാലത്ത് പ്രമാണിമാരും വ്യവസായികളും തന്നെ കള്ള് ഷാപ്പ് എടുക്കുകയും നടത്തുകയൊക്കെ ചെയ്യുന്ന നാട്ടുപ്രമാണം. അപ്പോൾ അതല്ലല്ലോ. അപ്പോൾ തൊഴിലാളികൾ തന്നെ നല്ലൊരു ശതമാനമാണ് ഇത് എടുക്കാം എന്ന് പറയുന്നുള്ളൂ. പുതിയ ചില ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. എന്നാൽ അഗാധമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഈ രംഗം നേരിടുന്നു. എന്നാൽ മറ്റു പല ജില്ലകളിലും കൊല്ലം ജില്ലയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോഴും 10,500-1000 തൊഴിലാളി പണിയെടുക്കി ഇതുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ പലതും. അപ്പോൾ കോട്ടയം തന്നെ ഒരു കമ്മിറ്റിക്ക് ഞാൻ പോയപ്പോൾ 1000 തൊഴിലാളി ഇപ്പോഴും ഷാപ്പെല്ലാം പ്രവർത്തിക്കുകയും ചെയ്യും. ആ ഷാപ്പ് എന്നത് തന്നെ നമ്മൾ വഴിയോര കച്ചവടം എന്നൊക്കെ പറയുന്ന പോലെ പ്രധാനമായും ഹോട്ടൽ പോലെയാണ് അവർ നടത്തുകയും ചെയ്യുന്നത്. 1000 തൊഴിലാളികൾ പഴയകാലത്തെ പോലെ യൂണിയൻ ഓഫീസ് അവർക്കുണ്ട്. പഴയകാലത്തെ തന്നെ പ്രവർത്തിക്കുകയാണ്. 1000 തൊഴിലാളി ക്ഷേമനിധി വീതം അവിടെ കൃത്യമായി അടയ്ക്കുന്നുണ്ട്. യൂണിയൻ പ്രസിഡന്റ് K. അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി P. സദാനന്ദൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് TR ശങ്കരപിള്ള, ജില്ലാ ജോയിന്റ് സെക്രട്ടറി PR വസന്തൻ, ഏരിയ സെക്രട്ടറി A. അനിരുദ്ധൻ, G. സതീശൻ എന്നിവർ പങ്കെടുത്തു. പ്രസിഡന്റായി PB സത്യദേവനെയും വൈസ് പ്രസിഡന്റായി K. അരവിന്ദാക്ഷനെയും സെക്രട്ടറിയായി P. സദാനന്ദനെയും തിരഞ്ഞെടുത്തു. C. അജയകുമാറാണ് ജോയിന്റ് സെക്രട്ടറി. G. സതീശനെ ട്രഷററായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.